ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ ഇനി നമ്മൾ മോഡ്യൂൾ 2 കടക്കുകയാണ്. അതായത് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്നുള്ളതാണ് ഇതിൽ ആദ്യ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ അതിൽ ടെക്സ്റ്റ് കഴിഞ്ഞുണ്ടാവും ഞാൻ കരുതുന്നു. അതുകൊണ്ട് ടെക്സ്റ്റ് തന്നെ വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ എന്നുള്ള ചോദ്യം ചോദിക്കാൻ ചാൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ അധികം തിയറി മാത്രമാണ്. അപ്പോൾ ഇതിൽ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസ്? അതിലൊന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഓർ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഓർ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, പിന്നെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഓർ അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, then joint director of income tax or joint commissioner of income tax, then deputy director of income tax or deputy commissioner of income tax, then assistant director of income tax or assistant commissioner of income tax, income tax officers, tax recovery officers, inspectors of income tax. അപ്പോൾ ഇതൊക്കെയാണ് ഇൻകം ടാക്സ് എന്താണ് അതോറിറ്റീസ്. ഇവർക്കൊക്കെയാണ് ഇൻകം ടാക്സ് പിരിച്ചെടുക്കാനുള്ള അധികാരമുള്ളത്, അല്ലെങ്കിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളടുത്ത് ചോദ്യം ചെയ്യാനൊക്കെ അധികാരമുള്ളത് ഇവർക്കാണ്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു 5 പോയിൻറ്റ്, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 5 പോയിൻറ്റ്സ്, വാട്ട് ആർ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 5 പോയിൻറ്റ്, ഈ ഒരു 5 പോയിൻറ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ ചോദ്യം വരികയാണെങ്കിൽ അതെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം അപ്പോൾ അതിങ്ങനെ ഒരു ചോദ്യം വരിക, വാട്ട് ആർ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു 5 എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതൊന്ന് എന്ത് ചെയ്യുക, ഒരു 5 എടുത്തിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ കണക്ക് തരുന്നില്ല, ഇതിലൊരു 5 മാർക്ക് ചെയ്ത് വെക്കുക. ചോദ്യം ഇങ്ങനെ വരും. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്താണെന്നുള്ളതാണ്. അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഉത്തരം. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ്. അപ്പോൾ അതിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഹയസ്റ്റ് അതോറിറ്റിയാണ്. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ അതോറിറ്റി ഇതാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്, CBDT എന്ന് പറയും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ഹയസ്റ്റ്. ഈ ഒരു ഉത്തരം നമ്മുടെ ആൻസറിൽ വരണം കേട്ടോ. ഹയസ്റ്റ് അതോറിറ്റി CBDT ആണ്. അപ്പോൾ നമ്മുടെ കോടതികൾ പറയുകയാണെങ്കിൽ സുപ്രീം കോടതിയാണല്ലോ ഹയസ്റ്റ് വരുന്നത്, ജുഡീഷ്യറി. അതേമാതിരി എന്താണ് ഇൻകം ടാക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് എന്നാണ് CBDT ആണ്. ഇറ്റ് മേക്സ് റൂൾസ് ആൻഡ് ഇഷ്യൂസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് ടു അതർ ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇതുവരെ നോക്കി വെക്കുക കേട്ടോ. ഈ ഒരു പോയിന്റ് വരെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതായിട്ട് പറയുന്നത് പവേഴ്സ് ഓഫ് CBDT ആണ്. അപ്പോൾ CBDTൻ്റെ കഴിവ് അല്ലെങ്കിൽ അവരുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തൊക്കെ പവേഴ്സാണ് ഈ പറഞ്ഞ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിനുള്ളത് എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് പവർ ടു മേക്ക് റൂൾസ്, അതായത് നിയമങ്ങൾ അല്ല, അതിൻ്റെ നിയമ നടത്തിപ്പിന് വേണ്ട റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരം. നിയമങ്ങൾ ഉണ്ടാക്കാൻ പാർലമെൻറ്റിന് അധികാരമുള്ളൂ, പക്ഷേ ഇതിൻ്റെ റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഓക്കെ, അപ്പോൾ റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരം ഈ പറയുന്ന CBDTക്ക് ഉണ്ട്. ടു ഇഷ്യൂ ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻ, ഓർഡറുകൾ കൊടുക്കാനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഡയറക്ഷൻസ് ഒക്കെ. നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഇൻസ്ട്രക്ഷൻസ്. ഓർഡർ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ താക്കീതുകൾ. പിന്നെന്താണ് ഡയറക്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ് എങ്ങനെ, അതും മാർഗ്ഗനിർദ്ദേശത്തിന് കൂടെ തന്നെ കൂട്ടാവുന്നതാണ്. ഡയറക്ഷനാണ് കൂടുതൽ മാർഗ്ഗനിർദ്ദേശം. ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുന്നതാണ്, എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് എന്നുള്ളത്. To all officers employed in the execution of the act. It may appoint an IT authority. IT authority appoint ചെയ്യും below the rank of assistant commissioner. assistant commissioner താഴെ വരുന്ന റാങ്ക് ആയിരിക്കും, or deputy commissioner. It may specify the functions of IT authority. IT authorityൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുള്ളതാണ്. It may set out guidelines, principles and procedures. ഗൈഡ് ലൈനുകൾ, പ്രിൻസിപ്പിളുകൾ, അതേപോലെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണ് കൊടുക്കുന്നുള്ളതാണ്. ടു ബി ഫോളോഡ് ബൈ IT അതോറിറ്റീസ്. IT അതോറിറ്റിക്ക് ഫോളോ ചെയ്യാനായിട്ട്. ആസ് റിഗാർഡ്സ് അസസ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് റവന്യൂ. ഇറ്റ് മേ ഡിറ്റർമൈൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് എനി IT അതോറിറ്റി. IT അതോറിറ്റിയുടെ ജൂറിസ്ഡിക്ഷൻ എന്നാണ് കൃത്യമായിട്ടും ഡിറ്റർമൈൻ ചെയ്യുമെന്നുള്ളതാണ്. ഇറ്റ് മേ ഓതറൈസ് എനി ഡയറക്ടർ ജനറൽ ഓർ ഡയറക്ടർ ടു പെർഫോം ഫങ്ഷൻസ് ഓഫ് എനി IT അതോറിറ്റി ആസ് അസൈൻഡ്. It may entertain objections as regards searches, seizure. It may issue orders. It may authorize any director. It may issue orders to admit claims for exemption, deduction, refund or relief after the expiry period specified for the purpose. അപ്പോൾ ഇവിടെ CBDTൻ്റെ പവേഴ്സാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും 5 പഠിച്ചു വെക്കുക. ഇതിൽ റൂൾസ് ഉണ്ടാക്കാം, ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻ, ഡയറക്ഷൻ കൊടുക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ IT അതോറിറ്റിക്ക് ബിലോ റാങ്കിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണറൊക്കെ എന്താണ് അപ്പോയിൻ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്.
പിന്നെ എന്താണ് ഐ ടി അതോറിറ്റീസിൻ്റെ ഫങ്ഷൻസ് സ്പെസിഫൈ ചെയ്യാൻ, മറ്റ് ഐ ടി അതോറിറ്റീസിൻ്റെയൊക്കെ ഫങ്ഷൻസ് സ്പെസിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ എന്താണ് ഗൈഡ് ലൈനുകൾ കൊടുക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ എന്താണ് പ്രിൻസിപ്പിൾസ് കൊടുക്കാനും പ്രൊസീജിയേഴ്സ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഒരു 5 പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ പറഞ്ഞത് ഇറ്റ് മേ ഡിറ്റർമൈൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് എനി ഐ ടി അതോറിറ്റി. ഒരു ഐ ടി അതോറിറ്റിയുടെ ജൂറിസ്ഡിക്ഷൻ എത്ര ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരം CBDTക്ക് ഉണ്ട്. പിന്നെ എന്താണ് ഇറ്റ് മേ ഓതറൈസ് എനി ഡയറക്ടർ ജനറൽ ഓർ ഡയറക്ടർ ടു പെർഫോം ഫങ്ഷൻസ് ഓഫ് എനി ഐ ടി അതോറിറ്റി ആസ് അസൈൻഡ്. ഇറ്റ് മേ എൻ്റർടൈൻ ഒബ്ജെക്ഷൻസ് ആസ് റിഗാർഡ് സെർച്ചസ് ആൻഡ് സീച്ചർ. സെർച്ചുകളും എന്താണ് പിടിച്ചെടുക്കാനൊക്കെയുള്ള അധികാരം എന്താണ് അതിനൊക്കെയുള്ള ഒബ്ജെക്ഷൻസൊക്കെ എന്താണ് എൻ്റർടൈൻ ചെയ്യാനുള്ള അധികാരം CBDTക്ക് ഉണ്ട്. അതിനെതിരെ നമ്മൾ ഒബ്ജെക്ഷൻ പോവുകയാണെങ്കിൽ അതിന് എന്താണ് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർ തരുന്നുള്ളതാണ്. ഇറ്റ് മേ ഇഷ്യൂ ഓർഡേഴ്സ് ടു ക്ലെയിം ഫോർ എക്സെപ്ഷൻ ക്ലെയിം ചെയ്യാനും ഡിഡക്ഷനും റീഫണ്ടിനൊക്കെ ക്ലെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇറ്റ് മേ ഡിക്ലെയർ എനി ഓർഗനൈസേഷൻ ആസ് കമ്പനി. ഓരോ ഓർഗനൈസേഷനെ കമ്പനിയായിട്ട് എന്താണ് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് വരുന്നത്. ഏതെങ്കിലും 5 പോയിന്റ് പവേഴ്സ് ഓഫ് CBDT ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു 5 പോയിന്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അസസിങ് ഓഫീസറാണ്. അപ്പോൾ ഇതും വാട്ട് ഈസ് ആൻ അസസിങ് ഓഫീസർ, വാട്ട് ഡു യു മീൻ ബൈ ആൻ അസസിങ് ഓഫീസർ എന്നുള്ള ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. Assessing officer is an individual officer of the income tax department who is entrusted with the task of assessment. Assessment ചെയ്യുന്ന ഓഫീസറിനെയാണ് നമ്മൾ അസസിങ് ഓഫീസർ എന്ന് പറയാം. Assessing officer means the assistant commissioner or deputy commissioner or assistant director or deputy director of the income tax officer or the income tax officer who is vested with the relevant jurisdiction and also includes additional commissioner or additional director or joint commissioner or joint director who is directed to perform all powers or functions assigned to an assessing officer. അപ്പോൾ ആദ്യം തന്നെ അസസിങ് ഓഫീസർ ഇസ് എൻ ഇൻഡിവിജ്വൽ ഓഫീസർ ഓഫ് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹു ഇസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, ഈ ഒരു ഫസ്റ്റ് സെൻറ്റൻസേ. അപ്പോൾ അസസിങ് ഓഫീസർ എന്താണെന്ന് ചോദിച്ചാൽ അത് എഴുതിയാൽ മതി. അപ്പോൾ അതിൽ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, ഇവർക്കൊക്കെ ആവാന്നുള്ളതാണ്. അതായത് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്കോ ഡെപ്യൂട്ടി കമ്മീഷണർക്കോ അസിസ്റ്റൻറ്റ് ഡയറക്ടർക്കോ ഡെപ്യൂട്ടി ഡയറക്ടർക്കോ ഇൻകം ടാക്സ് ഓഫീസർക്കോ ഒക്കെ എന്താണ് അസസിങ് ഓഫീസർ ആവാം. അയാൾക്ക് അതിൻ്റെ അധികാരം കിട്ടിയാൽ മതി, അതായത് അസസ്മെൻറ്റ് ചെയ്യാനുള്ള അധികാരം. അടുത്തതാണ് ടാക്സ് റിക്കവറി ഓഫീസറാണ്. ടാക്സ് റിക്കവറി ഓഫീസർ മീൻസ് എനി ഐ ടി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ടു എക്സസൈസ് ദ പവേഴ്സ് ഓഫ് എ ടാക്സ് റിക്കവറി ഓഫീസർ. ടാക്സ് റിക്കവറി ഓഫീസറായിട്ട് അധികാരം, ടാക്സ് പിരിക്കാൻ അധികാരം കിട്ടുന്ന ഏതൊരു ഓഫീസറും ടാക്സ് റിക്കവറി ഓഫീസറാണ്. അതും ചിലപ്പോൾ ചോദിക്കട്ടോ, അസസിങ് ഓഫീസർ ആരാണ്, ടാക്സ് റിക്കവറി ഓഫീസർ ആരാണ്, ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് എന്താണ് സെൻട്രൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുക, ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഈ ഫസ്റ്റ് ലൈന് മാത്രം പഠിച്ചു വെച്ചാൽ മതിയേ, ഫസ്റ്റ് ലൈന് മാത്രം. പിന്നെ കൺട്രോൾ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. ബോർഡ് കൺട്രോൾസ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, അതായത് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻകം ടാക്സ് ഉണ്ടല്ലോ, ഡയറക്റ്റ് ടാക്സ്, അവരാണ് എന്ത് ചെയ്യുക, ഇൻകം ടാക്സിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ വരുന്നത് ജനറൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. ഈ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ജനറൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫങ്ഷൻസും പവേഴ്സും നമുക്ക് നോക്കാം. ആദ്യം പവർ റിഗാർഡിംഗ് ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ് ആണ്. തെളിവുകൾ എന്താണ് ഉണ്ടാക്കാനുള്ള ഫങ്ഷനാണ്, അത് സെക്ഷൻ 131 പിന്നെ പവർ ഓഫ് സെർച്ച് ആൻഡ് സീഷർ ആണ്, അത് രണ്ടാമത്തെ ഫങ്ഷനാണ്. ആ പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതിയേ. പിന്നെന്താണ് പവർ ടു റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ ഈ പോയിന്റുകൾ മാത്രം ഒന്ന് എഴുതി വെക്കുക. ഈ ഫസ്റ്റ് പോയിന്റ് സെക്ഷൻ ഒന്ന് എഴുതി വെക്കുക, പിന്നെ രണ്ടാമത്തെ പോയിന്റ് സെക്ഷൻ എഴുതി വെക്കുക, മൂന്നാമത്തെ പോയിന്റ് സെക്ഷൻ പവർ ടു റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്താ വെച്ചാൽ ഇൻകം ടാക്സ് അതോറിറ്റീൻ്റെ ഫങ്ഷൻസും പവർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. ഈ ഫസ്റ്റ് പോയിന്റുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പവർ ടു സെർച്ച് ആൻഡ് സീച്ചർ, അതായത് സെർച്ച് ചെയ്യാനും അതെന്താണ് എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് കൈവശം വെക്കാനുള്ള അധികാരമാണ്. പിന്നെ ആദ്യത്തെ എന്താ പറയുന്നത്, എവിഡൻസ് കൈപ്പറ്റാൻ അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെന്താണ് ബുക്ക് ഓഫ് അക്കൗണ്ട്, നമ്മളെ ഈ ജേണൽ ലെഡ്ജറൊക്കെ കൈവശം വെക്കാനുള്ള അധികാരമുണ്ട്. പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ കിട്ടാനുള്ള അല്ലെങ്കിൽ കോൾ ചെയ്യാനുള്ള പവറുണ്ട്. പവർ ഓഫ് സർവേ ചെയ്യാനുള്ള പവറുണ്ട്. പവർ ടു കളക്ട് സർട്ടൻ ഇൻഫർമേഷൻ, ചില ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള പവറുണ്ട്. പവർ ടു ഇൻസ്പെക്ട് രജിസ്റ്റർ ഓഫ് കമ്പനീൻ്റെ രജിസ്റ്റർ സെർച്ച് ചെയ്യാനുള്ള പവറുണ്ട്. അങ്ങനെ ഒരു 5 പവറുകൾ എന്താണ്, ഒരുപാട് പവേഴ്സ് വേറെയും പറയുന്നുണ്ട്. അതിലൊരു 5 പവേഴ്സ് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ദർ ഇസ് എ സ്കീം. അണ്ടർ ദി സ്കീം ദ SSC ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ കറൻറ്റ് ഇൻകം ബൈ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ഇറ്റ് സെൽഫ്. നമുക്കറിയാം
ഈ 5th സെമ്മിലെ ഈ ടാക്സിൽ പറയുന്നത്, ഇപ്പോൾ നമുക്കൊക്കെ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ എന്താണ് ഒരു അസസിങ് ഇയർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടൊരു അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ഉണ്ടാവും, ഒരു അസസിങ് ഇയർ ഉണ്ടാവും. പ്രീവിയസ് ഇയറിൽ നമ്മൾ ഉണ്ടാക്കിയ പൈസയാണ് ഈ നിലവിലെ അസസിങ് ഇയറിൽ നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ നമ്മൾ ഈ അസസിങ് ഇയർ തന്നെ ഉണ്ടാക്കുന്ന പൈസ ഇവിടെ തന്നെ അടയ്ക്കേണ്ടി വരും. അതിനാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുക. അത് നമ്മൾ ഗഡുക്കളായിട്ട് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഈ വർഷം നമുക്ക് വലിയൊരു എന്തെങ്കിലും കോൺട്രാക്റ്റൊക്കെ കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ഗവൺമെൻറ് മനസ്സിലാവും ഈ വർഷം വലിയൊരു തുക നമുക്ക് ഇൻകം ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ ആ വർഷം തന്നെ അതിൻ്റെ ടാക്സ് ചിലപ്പോൾ ചോദിക്കും. അതിന് പല കണ്ടീഷൻസ് വേറെയും വരുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ് ടാക്സ് ഷാൽ ബി പേബിൾ വെർ ദ എമൗണ്ട് ഓഫ് ടാക്സ് പേബിൾ ബൈ ദ SSC ഡ്യൂറിങ് ദ ഇയർ ₹10,000 ഓർ മോർ. അതായത് 10,000 അല്ലെങ്കിൽ അതിനധികമോ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് നിലവിലെ വർഷം തന്നെ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ 2 പാരഗ്രാഫും പഠിച്ചു വെക്കണം കേട്ടോ. അഡ്വാൻസ് ടാക്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 2 പാരഗ്രാഫും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്. SSC ഈസ് റിക്വയർഡ്, അതായത് അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. SSC is required to estimate the current year income for the relevant financial year for which advance tax is payable. SSC നിലവിലെ വർഷത്തിൽ നിന്നാണ് കറണ്ട് ഇൻകം അത് അസസ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഹി മേ കാൽക്കുലേറ്റ് ടാക്സ് ഓൺ സച്ച് ഇൻകം അറ്റ് റേറ്റ്സ് ഇൻ ഫോഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആ നിലവിലെ ഇൻകം ടാക്സബിൾ ആണോ അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് റേറ്റ് നോക്കിയിട്ട് എത്ര ടാക്സ് വരുന്നത് കണക്കാക്കണം. അതായത് നിലവിലെ വർഷം വരാൻ പോകുന്ന വരുമാനം എത്രയാണെന്നുള്ളത് SSC എന്ത് ചെയ്യണം, ഈ എസ്റ്റിമേറ്റ് ചെയ്യണം. SSC ഈസ് റിക്വയർഡ്, SSC ആണ് ചെയ്യേണ്ടത്. നിലവിലെ വർഷം ഇപ്പോൾ എനിക്ക് ഒരു കോടി രൂപ വരുമാനം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ടാക്സ് നന്നായിട്ട് കൂടുമല്ലോ, 10,000 മേലെ കൂടും. അപ്പോൾ ആ വർഷം തന്നെ ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിൻ്റെ പേരാണ് അഡ്വാൻസ് ടാക്സ്. അപ്പോൾ ഫസ്റ്റ് SSC ഈസ് റിക്വയർഡ് ടു എസ്റ്റിമേറ്റ് ദ കറന്റ് ഇയർ ഇൻകം ഓഫ് ദ റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോർ വിച്ച് അഡ്വാൻസ് ടാക്സ് ഇസ് പേയബിൾ. ഹി മേ കാൽക്കുലേറ്റ് ടാക്സ് ഓൺ സച്ച് ഇൻകം അറ്റ് റേറ്റ്സ് ഇൻ ഫോഴ്സ്. അപ്പോൾ ഓരോ താഴെ കൊടുത്തിരിക്കുന്ന റേറ്റ് അനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ്. എമൗണ്ട് ഓഫ് ടാക്സ് സോ കാൽക്കുലേറ്റഡ് ഇസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ TDS ആയിട്ട് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആയിട്ട് ആ വരുമാനം കിട്ടുമ്പോൾ തന്നെ ഈ ടാക്സ് പിടിച്ചിട്ട് വരുമാനം വാങ്ങി മറ്റേ ടാക്സ് എന്ത് ചെയ്യണം, ഈ പിടിക്കുന്ന ടാക്സ് എന്ത് ചെയ്യണം, നമ്മളത് ഇൻകം ടാക്സ് അതോറിറ്റീസിലേക്ക് അടയ്ക്കണമെന്നാണ് പറയുന്നത്. So the balance amount of tax is the amount of advance tax payable. It should be paid in installment. ബാക്കിയുള്ളത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് എങ്ങനെ അടയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ അഡ്വാൻസ് ടാക്സ് ഷാൽ ബി പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ജൂൺ 15 മുൻപായിട്ട് നമ്മുടെ ടാക്സിൻ്റെ 15% നോട്ട് ലെസ് ദാൻ 15% അടയ്ക്കാം. 15 അതിനധികമോ ശതമാനം അടയ്ക്കാം. സെപ്റ്റംബർ 15 ആകുമ്പോൾ അത് 45% അടയ്ക്കാം. ബാക്കി ഈ പറഞ്ഞ മാതിരി, അതായത് ഇപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ ടാക്സ് 10,000 രൂപ ടാക്സ് അടയ്ക്കാണ്ടെന്ന് കരുതുക. അപ്പോൾ ജൂൺ 15 ആകുമ്പോഴേക്കും ഈ 10,000-ൻ്റെ 15% 1,500 അടയ്ക്കാം. അപ്പോൾ 1,500 ആയല്ലോ. 1,500 കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ 11 ആകുമ്പോഴേക്കും ഇതിൻ്റെ കൂടെ ഒരു 3,000 കൂടി അടച്ചിട്ട് അത് 4,500 അടയ്ക്കാം. പിന്നെന്താണ് ഡിസംബർ 15 ആകുമ്പോഴേക്കും ഇതിൻ്റെ കൂടെ ഒരു 30,000 കൂടി അടച്ചിട്ട് 75,000 അടയ്ക്കാം. ബാക്കി ഈ മാർച്ച് 15 ആകുമ്പോഴേക്ക് 75,000 കൂടെ 25,000 കൂടി കൂട്ടിയിട്ട് കംപ്ലീറ്റ് അടയ്ക്കുക. അതായത് ഇപ്പോൾ 30, 25 നമ്മൾ അടയ്ക്കുള്ളൂ. ആദ്യം 15 അടയ്ക്കും, പിന്നെ 30 അടയ്ക്കും, പിന്നെ 30, 25, അങ്ങനെ 4 ഗഡുക്കളായിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഇൻസ്റ്റാൾമെൻറ്റുകൾ 15, 45, 75, 100 ജൂൺ 15, സെപ്റ്റംബർ 15, ഡിസംബർ 15, മാർച്ച് 15 കേട്ടോ. ഇതാണ് അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ്സ് കേട്ടോ. അതൊന്ന് നോക്കി വെക്കാം. SSC ഡീംഡ് ടു ബി ഇൻ ഡിഫോൾട്ട് എന്താണ്? SSC ഡീംഡ് ടു ബി ഇൻ ഡിഫോൾട്ട് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ വെൻ ദ SSC ഫെയിൽസ് ടു പേ അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റ് ഓൺ ഡ്യൂ ഡേറ്റ്. SSC ഡീംഡ് ടു ബി ഇൻ ഡിഫോൾട്ട് ആരാണ്? അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ഈ ഡേറ്റിന് അടയ്ക്കാൻ വിട്ടുപോകുന്ന SSC ആണ്. വെൻ SSC ഡസ് നോട്ട് സെൻഡ് ദ എസ്റ്റിമേറ്റ് ഓഫ് ഹിസ് കറണ്ട് ഇൻകം. അപ്പോൾ 1 കോടിക്ക് അതിന് വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ആ എസ്റ്റിമേറ്റ് കൃത്യം ഗവൺമെൻറ് കൊടുത്തിട്ട് ഗവൺമെൻറ് പിന്നെ അവർ മുഖാന്തരം അത് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചെയ്യണം. എനിക്ക് ഇത്ര വരുമാനം വരാൻ പോകുന്നുണ്ടെന്ന് അറിയിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. ഇനി ഒന്ന് ക്രെഡിറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്. എന്താണ്? എനി സം പെയ്ഡ് ആസ് ആൻ അഡ്വാൻസ് ടാക്സ് ഷാൽ ബി ട്രീറ്റഡ് ആസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് ക്രെഡിറ്റ് ഷാൽ ബി ഗിവൺ ടു SSC ഇൻ റെഗുലർ അസസ്മെൻറ്റ്. അപ്പോൾ ചിലപ്പോൾ അതിന് ക്രെഡിറ്റ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അതിന് കുറവ് കിട്ടും. അപ്പോൾ ഈ കൃത്യം അടയ്ക്കുന്നതിന് ഇപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ആദ്യം 15% അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ ഇപ്പോൾ 45% അടയ്ക്കുന്നത് പറയുമ്പോൾ 45% ഫുള്ളായിട്ട് അടയ്ക്കരുല്ലോ. 15% കിഴിച്ചിട്ടുള്ള 45% വരുള്ളൂ.
അപ്പോൾ അത് ആണ് ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞത്. ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് എൻ എസ് ഫെയിൽഡ് ടു പേ ഇൻ അഡ്വാൻസ് ടാക്സ് ഹി ഷാൽ ബി ലയബിൾ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 1% പെർ മന്ത്. അപ്പോൾ ടാക്സ് അടയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ 1% എന്താണ് ഓരോ മാസം വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യണം, പലിശ അടയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ഇൻകം ടാക്സ് കളക്ഷനാണ്. അപ്പോൾ ഇൻകം ടാക്സ് ഏതൊക്കെ മെത്തേഡ് വഴിയാണ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഉണ്ട്, ഒന്ന് കളക്ഷൻ അറ്റ് സോഴ്സ് ഉണ്ട്. ചിലത് എന്താണ് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ സാലറി ഒക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് അറിയും, നമ്മൾ ഈ പറയുന്ന സാലറി കിട്ടുമ്പോഴേ സാലറി കിട്ടുന്ന നേരത്ത് ഇപ്പോൾ നമുക്ക് 10,000-ലധികമൊക്കെ ടാക്സ് അടയ്ക്കാണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, TDS പിടിക്കും. അപ്പോൾ TDS പിടിക്കുമ്പോൾ ഒരു 60,000 രൂപ ടാക്സ് ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിൽ അയാളെ കയ്യിൽ ചിലപ്പോൾ ഒരു 3,000 രൂപ ടാക്സ് പിടിച്ചെന്ന് കരുതുക. അപ്പോൾ 60,000 രൂപ ശമ്പളം കിട്ടുക, 3,000 TDS പിടിച്ചിട്ട് കയ്യിൽ കൊടുക്കത്രയാ 57,000. അതാണ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ആ ഡിഡക്റ്റ് ചെയ്ത ടാക്സ് ആ എംപ്ലോയർ നേരെ കൊണ്ട് ടാക്സ് അതോറിറ്റീസിലേക്ക് അടയ്ക്കുക ചെയ്യുക. കളക്ഷൻ അറ്റ് സോഴ്സ് എന്താണ്, നമ്മളിപ്പോൾ സാധനം എന്തെങ്കിലും വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയൊക്കെ ചെയ്യണ നേരത്ത് ചിലപ്പോൾ എന്താണ് അത് അപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അത് ടാക്സ് അതോറിറ്റി കളക്ട് ചെയ്യുക. അപ്പോൾ പൈസ നമ്മളെ കയ്യിൽ നിന്ന് അടയ്ക്കുക ചെയ്യുക, നമുക്ക് പൈസ തരുന്ന ഒരാൾ അടയ്ക്കില്ല. പിന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ട്, പിന്നെ പേയ്മെൻറ്റ് ഓൺ ടാക്സ് ഓൺ സെൽഫ് അസസ്മെൻറ്റ്, നമ്മൾ സ്വയം പോയി അടയ്ക്കുക. പിന്നെ നോട്ടീസ് തന്നിട്ട് എന്താണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ടാക്സ് കളക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി നോക്കാനുള്ളത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ്, TDS. അതൊരു കൺവീനിയൻറ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. എ റെസ്പോൺസിബിൾ പേഴ്സൺ മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് സർട്ടൻ ഇൻകം. അതായത് ഇപ്പോൾ നമുക്കറിയാം എംപ്ലോയേഴ്സ് ആണ് അധികം TDS പിടിക്കുക. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആവട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാവട്ടെ, അവരൊക്കെ തന്നെ ടാക്സ് ലിമിറ്റിന് മുകളിൽ അവരെ ഈ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ ദേ വിൽ കട്ട് ദ ടാക്സ്. അത് കഴിഞ്ഞിട്ടാണ് ശമ്പളം കൊടുക്കുക. അപ്പോൾ അതിനാണ് TDS എന്ന് പറയാം. So, a responsible person making payment of certain incomes is legally bound to deduct tax on such income at prescribed rate. The amount so deducted at source shall be deposited at the government within prescribed limit. The tax so deducted is called tax deducted at source. ഇതാണ് TDS എന്ന് വെച്ചാൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇൻകംസ് വിച്ച് അപ്ലിക്കബിൾ TDS. അപ്പോൾ ഏതൊക്കെ വരുമാനങ്ങൾക്കാണ് TDS പിടിക്കുക എന്നുള്ളതാണ്. ഒന്ന് സാലറിക്ക് പിടിക്കും, എന്താണ് നമുക്ക് ശമ്പളത്തിന് പിടിക്കും, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീന് പിടിക്കും, ഡിവിഡൻറ്റിന് പിടിക്കും, ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ. അപ്പോൾ ഈ 4 പഠിച്ചു വെച്ചാൽ മതി. പിന്നെ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ TDS എന്താണെന്ന് ചോദിക്കുകയാണ് നേരത്തെ കണ്ടത്. ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ വൈൽ മേക്കിംഗ് ഹിസ് പേയ്മെൻറ്റ് ടു ഹിസ് എംപ്ലോയീസ് ഹി വിൽ കട്ട് TDS. എംപ്ലോയീസ് മാത്രമല്ല വേറെ ആർക്കും കൊടുക്കുകയാണെങ്കിൽ TDS കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെന്താണ് ആ വരുമാനം കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി പൈസ നമ്മൾ ടാക്സ് അതോറിറ്റീസ് കൊടുക്കുക. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കിട്ടുമ്പം, ഡിവിഡൻറ്റ് കിട്ടുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, മറ്റെന്തെങ്കിലും പലിശ കിട്ടുകയാണെങ്കിലോ, ലോട്ടറി അടിക്കുമ്പോൾ നമുക്കറിയാം TDS പിടിച്ചിട്ട്, അതായത് 30% TDS പിടിച്ചിട്ട് തരിക. കുതിര മത്സരങ്ങൾ ഇപ്പോൾ പല സ്ഥലത്ത്, ഇപ്പോൾ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ പണ്ട് മുതലേ വെള്ളക്കാരുടെ കാലം മുതലേ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ലീഗലായിട്ട് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്നും കുതിര പന്തയത്തിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ എന്താണ് TDS പിടിച്ചിട്ട് പൈസ നമുക്ക് ആ പന്തയം തുക തരുള്ളൂ. ഇൻഷുറൻസ് കമ്മീഷൻ അങ്ങനെ തരിക. പേയ്മെൻറ്റ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ് പോളിസി, പേയ്മെൻറ്റ് ഓഫ് NSS, പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ്, പേയ്മെൻറ്റ് അണ്ടർ സ്പെസിഫൈഡ് എഗ്രിമെൻറ്റ്, പേയ്മെൻറ്റ് ഓഫ് ഫീസ്. പിന്നെ ഇതൊക്കെയാണ് വരുന്നത്. 12 4 പഠിക്കുക കേട്ടോ. പിന്നെ ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറിയാണ്. അപ്പോൾ എന്താണ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് ഇതുവരെ ഈ ഒരു 4 പോയിൻ്റ് വരെ നിങ്ങൾ ഈ ഒരു ഇതിൽ പഠിക്കുക. ബാക്കിയുള്ള നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക.